തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിഷേധം. വർദ്ധിപ്പിച്ച പാർക്കിംഗ് ഫീസ് പോലീസ് സഹായത്തോടെ പിരിക്കുവാനുള്ള കോർപ്പറേഷൻ നീക്കത്തിലാണ് പ്രതിഷേധം. യുവ ഡോക്ടറുടെ പീഡന പരാതി തനിക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമെന്ന് റാപ്പർ വേടൻ. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും പ്രതികരണം. എറവ് സ്കൂളിന് സമീപം കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പെരുവല്ലൂരിൽ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നെടുപുഴയിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് വെങ്ങിണിശ്ശേരി സ്വദേശി ശരത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും പോലീസിന്റെ സഹായത്തോടെ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ശക്തനിലെ വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് ബസ്സുകൾ തടഞ്ഞത്. 25 രൂപയായിരുന്ന സ്റ്റാൻഡ് ഫീസ് 40 രൂപയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് തീർപ്പാക്കും മുൻപാണ് കോർപ്പറേഷന്റെ നടപടിയെന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നു. ഇന്ന് രാവിലെ കരാറുകാരും കോർപ്പറേഷൻ അധികൃതരും പോലീസിന്റെ സഹായത്തോടെ ബസ്സുകൾ തടഞ്ഞു. സ്റ്റാൻഡിന്റെ വടക്കേ ഭാഗത്ത് നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് തടഞ്ഞത്. ഏപ്രിൽ 1 മുതലാണ് സ്റ്റാൻഡ് ഫീസ് വർദ്ധിപ്പിച്ചത്. നിലവിൽ ട്രിബ്യൂണൽ കോടതിയിലുള്ള വിഷയത്തിൽ നോട്ടീസ് പോലും നൽകാതെ ാണ് ബസ്സുകൾ തടയുന്നതെന്ന് ബസ് ഉടമ സംഘം പ്രതിനിധി പ്രദീപ് കുമാർ പറഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകൾക്ക് ഏകപക്ഷീയമായിട്ട് കോർപ്പറേഷൻ ഫീസ് 40 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 25 രൂപയായിരുന്നു നിലവിൽ സ്റ്റാൻഡ് ഫീസായിട്ട് ഓരോ സ്വകാര്യ ബസ്സുകളും കൊടുത്തുകൊണ്ടിരുന്നത്. ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഓരോ വർഷം തോറും പരിതാപകരമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ദുരിതം അനുഭവിച്ച് കേരളത്തിലെ ഈ തൃശ്ശൂർ ജില്ലയിലെ ബസ്സുകൾ എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ അവസ്ഥയിൽ ബസ്സുകൾ ഓടിച്ച് എത്താൻ പോലും പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഈ ബസ് സ്റ്റാൻഡ് ഫീസ് ഏകപക്ഷീയമായി കോർപ്പറേഷൻ 40 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ ആ ഫീസ് 15 രൂപ വർദ്ധിപ്പിച്ച ഫീസ് നൽകിയില്ല എന്നുള്ള ഒറ്റ പേരിൽ കോർപ്പറേഷന്റെ അധികാരികൾ പോലീസിനെയും കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ലൈസൻസിയും കൂടി വന്നുകൊണ്ട് ഇവിടുത്തെ ഇന്ന് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് വന്ന് ബസ്സുകൾ തടയുകയാണ് ഇവിടെ ഉണ്ടായത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ബസ്സുകൾക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഗുരുതരമായ ഒരു അവസ്ഥ വരുന്നത്. ഒരു മിന്നൽ രീതിയിലാണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു നോട്ടീസ് പോലും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അത്തരം ഒരു നടപടിയിലാണ് ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. യുവ ഡോക്ടറുടെ പീഡന പരാതി തനിക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമെന്ന് റാപ്പർ വേടൻ. നേരത്തെ മീറ്റു ആരോപണം ഉയർന്നതിന് പിന്നാലെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കേസിനെ നിയമപരമായി നേരിടും. കേസുമായി ബന്ധപ്പെട്ട സൂചന നേരത്തെ ലഭിച്ചിരുന്നു. ആസൂത്രിത നീക്കത്തിന് ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുള്ള തെളിവ് കൈവശമുണ്ട്. ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും വേടൻ പറഞ്ഞു. യുവ ഡോക്ടറുടെ പരാതിയിൽ കൊച്ചി തൃക്കാക്കര പോലീസാണ് വേടനെതിരെ കേസെടുത്തിട്ടുള്ളത്. 2021 ആഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡനമെന്ന് പരാതിയിൽ പറയുന്നു. തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറി. വേടന്റെ പിന്മാറ്റം തന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കി. എറവ് സ്കൂളിന് സമീപം കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 6:30 കൂടിയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ഇന്നോവ കാറും എതിർദിശയിൽ വന്നിരുന്ന ഓട്ടോ ടാക്സിയും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. പുന്നിയർക്കുളം സ്വദേശികളായ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റ പള്ളിക്കരയിൽ വീട്ടിൽ ബി വാത്തുവിനെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പെരുവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് അപകടം. രാവിലെ 6 മണിയോടുകൂടിയാണ് കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പൂവത്തൂർ ഭാഗത്തു നിന്നും അമല റോഡിലേക്ക് വന്നിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാർ നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ മതിലിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് കരുതുന്നു. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നെടുപുഴയിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. വാഹന പരിശോധനയ്ക്കിടെയാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA പോലീസ് പിടിച്ചെടുത്തത്. 2.82 ഗ്രാം MDMAയുമായി വെങ്ങിണിശ്ശേരി സ്വദേശി ശരത്താണ് നെടുപുഴ പോലീസിന്റെ പിടിയിലായത്.
മാള മേഖലയിൽ 3 ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. പള്ളിപ്പുറം കളരിങ്കൽ ഭഗവതി ക്ഷേത്രം, ചെന്തുരുത്തി മഹാവിഷ്ണു ക്ഷേത്രം, കുറുപ്പംപറമ്പ് വീരഭദ്ര ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ക്ഷേത്രം ഭാരവാഹികൾ മാള പോലീസിൽ പരാതി നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് അയ്യന്തോൾ സെന്റ് മേരീസ് അസംഷൻ ചർച്ചിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. വികാരി ഫാദർ വർഗീസ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജൽഫൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. ജെയിംസ് മുണ്ടിക്കൽ, മേഫി ഡെൽസൺ, അഡ്വക്കേറ്റ് നെറ്റോ നെല്ലിശ്ശേരി, സിസ്റ്റർ അനിത തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നിയന്ത്രണങ്ങളെ തുടർന്ന് നിക്ഷേപകർക്ക് 6 മാസത്തേക്ക് 10,000 രൂപ മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. ബാങ്കിന്റെ ATMകളും പൂട്ടി. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്ത് കാരണത്താലാണ് ബാങ്കിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? റിസർവ് ബാങ്ക് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത്. ബാങ്ക് ലാഭകരമല്ലാത്ത ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടണമെന്നുള്ള അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത്. ഇത് പാലിക്കാത്തതിനെ തുടർന്നാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ ബാങ്കിനെതിരെ RBI കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇരിങ്ങാലക്കുട താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് ബ്രാഞ്ചുകളുണ്ട്. ഇതിനെ തുടർന്ന് പണം നിക്ഷേപകന് പണം 10,000 രൂപ മാത്രമാണ് 6 മാസ കാലത്തേക്ക് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് പിന്നീട് ATMകളും നിർത്തലാക്കിയിട്ടുണ്ട്. സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് നിരവധി നിക്ഷേപകരാണ് ബാങ്കിൽ എത്തിയിട്ടുള്ളത്. ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഡാണാവിലെ മെയിൻ ബ്രാഞ്ചിൽ 100 കണക്കിന് ആളുകളാണ് പണം പിൻവലിക്കാൻ എത്തിയിരിക്കുന്നത്. എന്നാൽ ബാങ്ക് അധികൃതർ ഇവർക്ക് 10,000 രൂപ മാത്രം നൽകാൻ സാധിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് നിക്ഷേപകർ ബാങ്കിനുള്ളിൽ കുത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി രാകേഷ്, ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നിയന്ത്രണങ്ങളെ തുടർന്ന് നിക്ഷേപകർ 6 മാസത്തേക്ക് 10,000 രൂപ മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. ബാങ്കിന്റെ ATMകളും പൂട്ടിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഒരുപാട് നിക്ഷേപകരാണ് ബാങ്കിൽ രംഗത്തെത്തിയിട്ടുള്ളത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ചായ്പൻകുടി സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഡാനിയേൽ വാരമുത്തു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വർഗീസ് പൊറായി അധ്യക്ഷനായി. AA പിയൂസ്, KM ജോസ്, ലിയോ റിച്ചാർഡ്, PC ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ തീജ്വാലയും സംഗമവും നടത്തി. UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PG ജയദീപ് ജെയ്സൺ, ജയൻ മംഗലം, PV ഹസൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ ബസിന്റെ അഭ്യാസ പ്രകടനം. സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട്. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ കഴിഞ്ഞ ദിവസവും ഇത്തരമൊരു കലാപരിപാടി അരങ്ങേറി. പ്രകടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാപ്രാണം സെന്ററിലായിരുന്നു അഭ്യാസം.
ശാസ്ത ബസ് ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽനാസ് ബസിന്റെ കുറുകെ നിർത്തിയാണ് യാത്രക്കാരെ റോഡിൽ ബന്ദിയാക്കിയത്. സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. എന്തായാലും നടുറൂട്ടിലെ ഈ കണക്കുതീർക്കൽ കടന്നുപോയെന്ന് തന്നെ പറയേണ്ടി വരും. തൃശൂർ കോട്ടപ്പുറത്ത് യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 35 വയസ്സ് തോന്നിപ്പിക്കും. തൃശൂർ വെസ്റ്റ് പോലീസ് മേൽനടപടികൾ സ്വീകരിക്കും. വാട്സപ്പിലെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്കിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനെല്ലൂർ സ്വദേശിക്ക് 5 ലക്ഷം രൂപ നഷ്ടമായതായി പരാതി. സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെങ്ങാനെല്ലൂർ പരക്കാട് സ്വദേശി NB മനോജിനാണ് പണം നഷ്ടമായത്. കഴിഞ്ഞയാഴ്ചയാണ് തട്ടിപ്പിന്റെ തുടക്കം. മനോജിന്റെ വാട്സപ്പിലേക്ക് ട്രാഫിക് ചലാൻ എന്ന പേരിൽ ആദ്യം ഒരു സന്ദേശം ലഭിച്ചു. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ലോഗോയും മറ്റും കണ്ടതിനാൽ ഇത് ഒറിജിനലാണെന്ന് മനോജ് തെറ്റിദ്ധരിക്കുകയായിരുന്നു. തുടർന്ന് സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടുകൂടിയാണ് പണം നഷ്ടമായത്. ഓണത്തിന് അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആളൂർ സെന്ററിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CPI ആളൂർ മണ്ഡലം പ്രസിഡന്റ് TC അർജുനൻ അധ്യക്ഷത വഹിച്ചു. ദിപിൻ പാപ്പച്ചൻ, ജിഷ ബാബു എന്നിവർ സംസാരിച്ചു. കേന്ദ്രമന്ത്രിയുടെ അരികിലേക്ക് ചെല്ലുന്നു. അതൊരു സാധാരണ കാര്യം, ഒരു ഉണർത്ത്. അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ആവശ്യത്തെ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സമീപനം നടത്തുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർ വടക്കാഞ്ചേരിയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം AN സിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയ്മോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ നേതാക്കളായ P രാജേഷ്, MP സജീഷ് കുമാർ, KM ഹിമ, V ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നീക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ മേഖലയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ് ഈ സാഹചര്യത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്. നമുക്കറിയാം, ലോകത്തും രാജ്യത്തുമുള്ള തൊഴിലാളികൾ നേരിടുന്ന വിഷയങ്ങൾ അത് സംസ്ഥാന ജീവനക്കാരുടെ മേഖലയിലാണെങ്കിലും സഹപാഠികളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ജീവകാരുണ്യ സഹായങ്ങൾ നൽകി അന്തിക്കാട് ഹൈസ്കൂളിലെ 1985-86 വർഷത്തെ SSLC ബാച്ച് ഒത്തുചേർന്നു. ഇഷ്ടസ്വർഗങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ഒത്തുചേരൽ സുനിൽ മേനോത്ത്, ഗീത മനോഹരൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അബ്ബാസ് വീരാവുണ്ണി, ഫ്രാൻസിസ് അന്തിക്കാട്, TR സുനിൽ, ബീന അശോകൻ, IS അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മരണമടഞ്ഞ സഹപാഠികളുടെ ചിത്രങ്ങളാൽ അലങ്കരിച്ച താൽക്കാലിക സ്തൂപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കാർഷിക സർവകലാശാലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പുൽച്ചാടി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഹെഡ് മിസ്ട്രസ് KB ബിനു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പച്ചക്കറികളുടെ വിത്ത് വിതരണവും കൃഷിയെപ്പറ്റിയുള്ള ബോധവൽക്കരണവും നടന്നു. ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഉപകരണങ്ങൾ സനീഷ് കുമാർ ജോസഫ് MLA ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പിന് കൈമാറി. KSCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC സലീൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി റിജോ ജോർജ്, ട്രഷറർ VA ഷാഹിദ്, ട്രസ്റ്റ് വൈസ് ചെയർമാൻ ശശി പോട്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിൽ നടപടിയായില്ല. 11 kV ലൈനിലേക്ക് മരങ്ങൾ വീഴുന്നത് നിത്യസംഭവമാണ്. ശാസ്താംപൂവം, കാരിക്കടവ് ആദിവാസി ഉന്നതികളിലേക്കും ചൊക്കന, നായാട്ടുകുണ്ട മലയോര ഗ്രാമങ്ങളിലേക്കും
വൈദ്യുതി എത്തിക്കുന്ന 11 kV ലൈൻ കടന്നുപോകുന്നത് വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലൂടെയാണ്. റോഡരികിലെ സ്വകാര്യ ഭൂമിയിലും വനഭൂമിയിലുമുള്ള മരങ്ങളാണ് ഇവിടെ ഏതു സമയവും വൈദ്യുതി ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. പത്തരക്കുണ്ട് ഭാഗത്താണ് ഇത്തരത്തിൽ മരങ്ങൾ കൂടുതലായി നിൽക്കുന്നത്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ വൈദ്യുതി ലൈനിൽ തകരാറുണ്ടാകുന്നതുമൂലം ചൊക്കന തോട്ടം മേഖലയിലും ആദിവാസി ഊരുകളിലും താമസിക്കുന്നവർക്ക് ഇരുട്ടിൽ കഴിയേണ്ടി വരാറുണ്ട്. മൊബൈൽ ഫോണിന് പൊതുവെ റേഞ്ച് കുറവായി ഇവിടെ വൈഫൈ മുഖേനയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് പുറം ലോകത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതിന് കഴിയാതെ വരും. കാട്ടാന ശല്യമുള്ള മേഖലയായതിനാൽ വൈദ്യുതി ഇല്ലാത്ത രാത്രികളിൽ പ്രദേശവാസികൾ ഭീതിയോടെയാണ് കഴിച്ചുകൂട്ടുന്നത്. ഈ പ്രദേശത്ത് അപകടകരമായി സ്വകാര്യ വ്യക്തികളുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നിരവധി മരങ്ങൾ ലൈനിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. കാറ്റത്തെ മരങ്ങൾ വീണ് ചിലപ്പോൾ 2 ദിവസം വരെ ഈ പ്രദേശത്ത് ജനങ്ങൾ ഇരുട്ടിലാണ്. വന്യമൃഗ പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങളിലൊരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. 11 kV ലൈനിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ട് KSEB അധികൃതർ ഭൂവുടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ചൊക്കന മേഖലയിലേക്കുള്ള 11 kV ലൈൻ ABC കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും ഇനിയും നടപ്പായിട്ടില്ല. മരം വീണ കമ്പികൾ പൊട്ടുന്നതുപോലെ എളുപ്പത്തിൽ കേബിൾ ലൈൻ പൊട്ടില്ല എന്നതിനാൽ ചൊക്കന, കാരിക്കടവ്, ശാസ്താംപൂവം മേഖലയിലേക്ക് തടസ്സം കൂടാതെ വൈദ്യുതി എത്തിക്കാൻ ABC ലൈൻ വലിച്ചാൽ സാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. TCV ന്യൂസ്, കൊടകര. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ള. പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ ഈടാക്കുന്നത് കഴുത്തറുപ്പൻ ഫീസ് വർധനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. ജൂലൈ 19 തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ ബൈക്ക് വെച്ച് 21 എടുത്ത ഒരു യാത്രക്കാരനിൽ നിന്നും 845 രൂപയാണ് പാർക്കിംഗ് ഫീയായി ഈടാക്കിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് നിരക്ക് മെയ്, ജൂൺ മാസങ്ങളിൽ 2 ഘട്ടമായി അമിതമായി വർദ്ധിപ്പിച്ചിരുന്നു. വാഹന പാർക്കിങ്ങിന് കൂടുതലായി ഒരു സൗകര്യവും നൽകാതെ പ്രീമിയം എന്ന പേരിൽ വൻ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. അനേക വർഷങ്ങളായി തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന്റെ എതിർവശത്ത് ഇരുചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കും മിതമായ നിരക്കിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പ്രീമിയം പാർക്കിംഗ് എന്ന ബോർഡ് സ്ഥാപിച്ച് കഴുത്തറപ്പൻ നിരക്കാണ് ഈടാക്കുന്നത്. പ്രതിഷേധ സൂചകമായി യാത്രക്കാർ ഈ ബോർഡ് കീറി മുറിച്ചിട്ടുണ്ട്. പ്രധാന കവാടത്തിനരികിൽ പാർക്ക് ചെയ്യാം എന്നതു മാത്രമാണ് പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഴ പെയ്താൽ വെള്ളക്കെട്ടും കുഴികളും നിറയെ ചളിയുമാണ് പ്രീമിയം പാർക്കിങ്ങിൽ. സാധാരണ നിരക്കിൽ പാർക്ക് ചെയ്യുവാൻ ഇവിടെ അനുവാദമില്ല. അതിന് അകലെയുള്ള പാർക്കിംഗ് ഏരിയയിൽ സ്ഥലം കണ്ടെത്തണം. ബൈക്കിന് അവിടെ 24 മണിക്കൂറിന് 30 രൂപ ഉള്ളപ്പോൾ പ്രധാന കവാടത്തിന് സമീപമുള്ള പ്രീമിയം പാർക്കിങ്ങിൽ 11 ഇരട്ടിയിലധികം തുകയായ 345 രൂപ നൽകണം. മെയ് മാസത്തിൽ തന്നെ റെയിൽവേ അധികാരികൾക്ക് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ പരാതി നൽകിയെങ്കിലും മറുപടി പോലും ലഭിച്ചില്ലെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഒരു ദിവസത്തേക്ക് പരമാവധി 30 രൂപയാണ് പാർക്കിങ്ങിന് മേടിച്ചിരുന്നത്. ഇപ്പോൾ പ്രീമിയം പാർക്കിംഗ് ഏരിയ എന്ന് ഒരു ബോർഡ് വെച്ചിട്ട് വലിയ ഒരു തുകയാണ്. അതായത് ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിന് 345 റുപ്യ മേടിക്കുന്ന ഒരു സംവിധാനം കഴിഞ്ഞ മാസം മുതൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. സാധാരണ ട്രെയിനിൽ പോകുന്നവര് വളരെ തിരക്ക് പിടിച്ചു പോകുന്നവരായിരിക്കും. അവർ പെട്ടെന്ന് വന്ന് ബൈക്ക് വെച്ച് ട്രെയിനിൽ കയറി പോകേണ്ടവരായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ സമയം കിട്ടില്ല. ഇത് മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൊള്ള തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ റെയിൽവേ ജനറൽ മാനേജർക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷെ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനെതിരെ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കണം. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ജനങ്ങൾക്ക് സമയബന്ധിതമായി വിവരങ്ങൾ ലഭ്യമാക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണമെന്ന നിയമം ഉണ്ടെങ്കിലും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരമൊരു ഉദ്യോഗസ്ഥൻ ഇല്ല. അതിനാൽ വിവരാവകാശ നിയമപ്രകാരം റെയിൽവേ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നും 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ യോഗം ചൂണ്ടിക്കാട്ടി. നീതീകരണമില്ലാതെ വർദ്ധിപ്പിച്ച അമിത നിരക്കുകൾ ഉടൻ പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. TCV തൃശൂർ. അജണ്ട പാസാക്കാൻ ജനകീയ ക്യാമ്പയിൻ. തെരുവുനായ ശല്യത്തിന് പരിഹാരമായി ഷെൽട്ടർ സംവിധാനം ഒരുക്കണമെന്ന് തൃശൂർ കോർപ്പറേഷന്റെ അജണ്ടയിലാണ് ഈ വേറിട്ട ക്യാമ്പയിൻ. തൃശൂർ നഗരത്തിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഭീതിയായി മാറിയിട്ട് നാളേറെയായി. കഴിഞ്ഞ ദിവസവും കോർപ്പറേഷൻ പരിധിയിൽ ഒരാൾക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ഇവയുടെ ആക്രമണവും ശല്യവും സംബന്ധിച്ച് TCV നിരവധി തവണ വാർത്ത നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൗൺസിലർ ജോൺ ഡാനിയൽ മേയർക്ക് കത്തും നൽകി. ഇതിനു പിന്നാലെയാണ് ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന അജണ്ടയുമായി തൃശൂർ കോർപ്പറേഷൻ വരുന്നത്.
അടുത്ത കൗൺസിൽ യോഗത്തിൽ ഷെൽട്ടർ ഒരുക്കി തെരുവുനായകളെ പിടിച്ചുകെട്ടി സംരക്ഷിക്കുന്നത് സംബന്ധിച്ച അജണ്ടയാണ് പരിഗണിക്കുന്നത്. ഈ അജണ്ട കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൗൺസിൽ ഒറ്റക്കെട്ടായി പാസാക്കണമെന്നാണ് ക്യാമ്പയിനിലൂടെ ഉയരുന്ന ആവശ്യം. സമൂഹ മാധ്യമങ്ങളിലൂടെയും ഡിവിഷനുകളിലെ റെസിഡൻസ് ഗ്രൂപ്പുകൾ, മറ്റു പൊതുവായ വാട്സപ്പ് കൂട്ടായ്മകൾ എന്നിവ വഴിയുമാണ് ക്യാമ്പയിൻ നടക്കുന്നത്. നിരവധി പേരാണ് ഷെൽട്ടർ അജണ്ട പാസാക്കണമെന്ന് ആവശ്യപ്പെട്ട് മേയറുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കുന്നത്. തെരുവുനായ ശല്യത്തിന് കാതലായ പരിഹാരം ഷെൽട്ടർ സംവിധാനമാണെന്ന് വിദഗ്ധർ കോർപ്പറേഷന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ നായകൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസും കോർപ്പറേഷനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. നിലവിൽ നായകളെ പിടികൂടി വന്ധീകരിച്ച് പിടിക്കുന്നിടത്ത് തന്നെ തിരിച്ചുവിടുന്ന രീതിയാണ് ഉള്ളത്. ഇത് നഗരത്തിൽ വീണ്ടും നായകളുടെ ശല്യവും സാന്നിധ്യവും ഉണ്ടാക്കുകയാണ്. ഇത് ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. TCV തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിഷേധം. വർദ്ധിപ്പിച്ച പാർക്കിംഗ് ഫീസ് പോലീസ് സഹായത്തോടെ പിരിക്കുവാനുള്ള കോർപ്പറേഷൻ നീക്കത്തിലാണ് പ്രതിഷേധം. യുവ ഡോക്ടറുടെ പീഡന പരാതി തനിക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമെന്ന് റാപ്പർ വേടൻ. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും പ്രതികരണം. എറവ് സ്കൂളിന് സമീപം കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പെരുവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നെടുപുഴയിൽ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് പെങ്ങിണിശ്ശേരി സ്വദേശി ശരത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.